ഹായ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇപ്പോഴും പതിവ് പല്ലവിയൊക്കെ തുടരണു. അവിടെ ഞങ്ങൾ അടുക്കളയിലുണ്ട്. ഇടയ്ക്ക് വിഷ്ണു കയറി എന്തെങ്കിലും വെച്ചാൽ അതായി അങ്ങനെയൊക്കെ തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കാരണം കാലിൽ ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ കുറേ ആയല്ലോ വന്നിട്ടെന്ന് ചോദിച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. ഇന്നത്തെ ഉച്ചയൂണിതാ വന്നപ്പോൾ ഒരു മീൻകറി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച നമ്മുടെ കാളൻ ഉണ്ട്. പിന്നെ നമ്മുടെ അടിപൊളി അച്ചാർ എല്ലാവർക്കും അറിയരുതേ, അവനെ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ, തീർന്നുകൊണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ അച്ചാർ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കൂടെ, ഉണ്ടാക്കി നോക്കിക്കൂടെ, സൂപ്പറാണ്. പിന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. അത് കുറേ നാളായിട്ട് ഉണ്ടാക്കാണ്ടിരുന്ന് ഇന്നിപ്പോൾ അതാ ദീപ അനിയത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ അതിപ്പം എനിക്ക് കൊണ്ടേ തന്നതാട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മയുടെ ഇതിൽ വിഷമം ഓർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കില്ല. അതാണ് ചക്കക്കുരും അതുപോലെ ചനച്ച മൂവാണ്ടമാങ്ങയും തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് രണ്ടാം പാൽ വേവിച്ച് പിന്നെ ഒന്നാം പാൽ ഒഴിച്ച് കരിവേപ്പില ഇട്ട് വാങ്ങും. പിന്നെ കുറച്ച് പരിപ്പും കൂടെ വേവിച്ച് ചേർക്കും നല്ലപോലെ. അപ്പം അടിപൊളി ടേസ്റ്റാണ് പക്ഷേ സംഭവം. കാരണം ചനച്ചു തുടങ്ങിയ മൂവാണ്ടമാങ്ങ വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ വന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൂടി. ഞാൻ എപ്പോഴോ ഒരുപാട് മുമ്പ് കുറേ പാചക വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇത് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഇടാൻ നോക്കാം. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഐറ്റം. പിന്നെ വിഷു വരുന്നുണ്ട്, തിങ്കളാഴ്ച വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അഡ്വാൻസ്. പിന്നെ പുളിയിഞ്ചി വാങ്ങിച്ചിരിപ്പുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഊണാണ്. ഇനി ഊണ് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മീൻ കറിയുടെയും മുളകുഷിപ്പിൻ്റെയൊക്കെ രുചി എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. ഇപ്പോൾ പോയേ എൻ്റെ ഒരൊറ്റ കഷ്ണം, വലിയ കഷ്ണം ഇടും. ഇതാണല്ലേ ഇവർ നമ്മൾ കറി വാങ്ങിച്ചോണ്ടേ വന്ന കേട്ടോ. കുറച്ച് തേങ്ങാപ്പാൽ എന്തോന്ന് ചേർത്തിട്ടുണ്ട്. വെറും മുളകുഷിയല്ല സംഭവം. പിന്നെ ഇത് പൊട്ടിച്ചിട്ട് പകുതി വേണ്ട. അപ്പോൾ പിന്നെന്താ, നമ്മൾ കുറേ നാൾ കൂടിയിട്ട് വരികയാണ് ഇവരുടെ അടുത്തേക്ക് അല്ലേ. കുറേ വന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പോഴും അങ്ങനെ മാറിയിട്ടല്ല, എന്നാലും ഒന്ന് വന്നു. പിന്നെ ഉണ്ടല്ലോ അഡ്വാൻസ് ഹാപ്പി വിഷു മാത്രമല്ല കേട്ടോ. പിന്നെ അഡ്വാൻസ് ഹാപ്പി വിഷു മാത്രമല്ല, ഈസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും. മീൻ കറിക്ക് ഉപ്പ് കുറവാന്ന് പറയണേ, വാങ്ങിച്ചതാണ്. പിന്നെന്താ, മുളകുഷ്യം ഇങ്ങനെയുണ്ട്. ദീപയുടെ അമ്മയുടെ മുളകുഷ്യം അവർക്കൊന്നും അത്ര പിടിക്കില്ല. എന്താണെന്നറിയോ, എരിവുപുളിയൊക്കെ കുറച്ച് കുറഞ്ഞ സാധനം അത്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, നന്നായിട്ടുണ്ട് കേട്ടോ. അവളും കുറേ നാൾ കൂടി വെച്ചാണ്. അപ്പം എനിക്ക് കൊണ്ട് തന്നതാണ്. ഞാൻ വയ്ക്കാറില്ലെന്നറിയാം, രണ്ടുപേരും വയ്ക്കാറില്ല ഞങ്ങൾ. പിന്നെ നമ്മുടെ വേറൊരു സംഭവമുണ്ട്. വീട്ടിലുണ്ടായ ഇടിഞ്ചക്ക തോരനാക്കിയിട്ടുണ്ട്. അതെടുക്കണം. അതിപ്പോൾ എടുത്തിട്ട് വരാം, മറന്നുപോയി. അതും ദീപ വേവിച്ച് ചതച്ച് തേങ്ങ എല്ലാം അതിലുണ്ട്. കടുവറുത്ത് ഒന്നും മുരിച്ചെടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അത് പൊരിഞ്ഞോളൂല്ലോ എന്ന് പറഞ്ഞ് അടുപ്പത്തിട്ടു ഞങ്ങൾ. പക്ഷേ സംഭവം വിട്ടുപോയി. അമ്മയുടെ ഇഷ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ചക്ക ഞങ്ങൾ ഉപ്പിച്ചെടുക്കാൻ തോന്നണില്ല. ഉപ്പിച്ചെടുക്കുമ്പോഴേക്കും അമ്മ ഇങ്ങനെ ഓർമ്മ, അമ്മ ചക്കപ്പൂക്ക്, ചക്ക വീല്, ചക്കത്തോരൻ, എന്താ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതെന്ന് അറിയില്ല. ചക്ക വലിയ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ കരിമുള്ള ഒഴിച്ച് ബാക്കി എല്ലാം അമ്മ അതിനെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റി. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ട് എടുക്കാൻ തോന്നാത്തതുകൊണ്ട് അവൾ പറയും നമുക്ക് ഇടിഞ്ചക്കയായിട്ട് എടുത്ത് തീർക്കാൻ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഇടിഞ്ചക്കയായിട്ട് എടുക്കുക. അപ്പം അങ്ങനെ ഇടിഞ്ചക്ക ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരാളോട് പറഞ്ഞു കൊടുത്ത് സംഭവം റെഡിയാക്കി തന്നെങ്കിലും കടുക് വറക്കണമല്ലോ. അപ്പോൾ കടുകും മുളകും പിന്നെ അരി, ഉഴുന്നുപരിപ്പ് എനിക്കിഷ്ടം അരിയാണ്. അരി, കരിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലോണം വെളിച്ചെണ്ണ വേണേ, എന്നാലാണ് സ്വാദ് ചക്കയ്ക്ക് എപ്പോഴും. നല്ലപോലെ മുരിയിച്ചെടുത്താൽ മതി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതിന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം. അത് സൂപ്പറാണ്. പിന്നെ നമ്മുടെ അച്ചാർ ഇടും. മീൻ കൂട്ടാൻ എനിക്ക് അങ്ങനെ വേണമെന്നില്ല. എനിക്ക് തോരനും മുളകൊക്കെ ഇതാണ്.
ആവി പറക്കണ തോരൻ മതി. മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒഴിച്ചു കൂട്ടാൻ വേണ്ടാത്ത ഉപ്പേരി വടക്കോട്ടൊക്കെ പറയാൻ തോന്നുന്നു. അതെ, അവിടെ ഉപ്പേരിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ചെറിയ വിശേഷമൊക്കെ ആയിട്ട് വന്നാണ്. പിന്നെ നമ്മുടെ എന്താണ് ഒരുപാട് പേര് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. നമ്മളൊരു വീഡിയോ 50 ലക്ഷത്തിലേക്ക് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ ഒരു രസത്തിന് ഇട്ടതാണ് കേട്ടോ. അത് തേങ്ങ എന്താണ് ഈർക്കിൾ ഉപയോഗിച്ച് എങ്ങനെ പൊട്ടിക്കാമെന്ന് കാണിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതിൽ കാണാൻ പറ്റിയിരുന്നുണ്ട്. വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കോളൂ, ഒരു രസം അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെന്താ കുറേ ചെറിയ ചെറിയ വീഡിയോകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒപ്പിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ എങ്കിലും പോകാനൊന്നും പറ്റണില്ലെങ്കിലും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകും എടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടാം. പിന്നെ വിഷുവിന് പ്രത്യേകിച്ച് അത് കാരണം ഒന്നുമില്ല. എന്താ ഒപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുക. വിഷുവിന് പറ്റിയ പായസമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാടാവും. അല്ലെങ്കിൽ കറികളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ 500 രൂപ മുടക്കണതിന് 1500 രൂപ മുടക്കേണ്ടി വരും എല്ലാം കൂടെ വാങ്ങിച്ചു വന്നാൽ. നാളെ എന്തായാലും ആ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ വരുമ്പോൾ തേങ്ങയ്ക്ക് ചെല്ലി തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സഹായിച്ചുള്ളൂ. എന്നിട്ട് കടു വറുക്കുക അല്ലെങ്കിൽ വേവിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു പായസം മിക്സ് വാങ്ങിക്കാം അല്ലേ. സേമിയ പായസം മിക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും. എന്നിട്ട് പാലൊഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് കുറുകി കഴിഞ്ഞാൽ സംഭവമൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ വിചാരിക്കണം. ഇനിയും കാണാം. അപ്പോൾ വിഷുവിൻ്റെ അന്നൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. എന്തായാലും തൽക്കാലം ഇങ്ങനെ ചെറിയ വീഡിയോ ആയിട്ട് നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഞങ്ങൾ തുണി കഴിച്ചിട്ട് വരാം.